മെസ്സിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ. ഇതിന്റെ അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേറ ഇന്നലെ കൊച്ചിയിലേക്ക് എത്തിയത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദമായി വിലയിരുത്തിയ ശേഷം ഇപ്പോൾ മടങ്ങുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എക്സ്ക്യൂസ് മീ സർ, actually the purpose of your visit is to ensure the security measures and the facilities of this event. Are you satisfied about the facilities of the stadium? I am very satisfied. I saw everything I need to see, and I'm really happy from what I saw, and I believe that everything will be great for the game. Actually, the arrival of Messi is already confirmed. What about the other team members? When it will be declared? Everybody is coming. We are counting with the whole team, and it's the same team that we are using along these last couple of matches. Actually, one of the major concern of the Argentina fans, especially Messi fans, is his health condition, Messi's injury. Actually, one of the major Google search from Kerala is injury updates of Messi. So, what is the actual condition right now? Is there any concern? No, I don't hear nothing bad happen to him. Again, I am not in the particular details, but I don't think he's injured. No. Maybe he's tired or have a minor lesion, but it's not injured. No. റിപ്പോർട്ട് ടി വി എം ടി ആന്റോ അഗസ്റ്റിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം പൂർണ്ണ സംതൃപ്തി ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആകെ അറിയാനുള്ളത് കൃത്യമായ ഡേറ്റും അതുപോലെ ബാക്കി ടീം മെമ്പേഴ്സിൻ്റെയും കാര്യമാണല്ലോ. എന്തായാലും നമുക്ക് 10 to 18 ആണ് അവിടെ വിൻഡോ വരുന്നത്. അപ്പോൾ 10 to 18 സമയം പ്രോപ്പറായിട്ട് തന്നെ അവർ അനൗൺസ് ചെയ്യും. ഈ ആഴ്ച അവർ ടീം മെമ്പേഴ്സിനെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് ഹാപ്പിയാണ്, എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഇപ്പോൾ എല്ലാം റെഡിയാണ്. നമ്മുടെ സ്റ്റേഡിയം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കൺസേൺസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നും അറിയിച്ചിട്ടില്ല. 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തീർത്ത് നമ്മൾ അവരെ അറിയിക്കുന്നതാണ്. പിന്നെ ബാലൻസ് അവർ ഫുൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് അവർ പോയിട്ട് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ്. എല്ലാം റെഡിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യം, അർജന്റീന ആരാധകർ, പ്രത്യേകിച്ച് മെസ്സി ആരാധകർ പേടിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഹെൽത്ത് കൺസേൺസിനെ പറ്റി ഒരു ആശങ്കയും വേണ്ട. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ല. അതുപോലെ തന്നെ ബാക്കി ടീം ആരായിരിക്കും എന്നുള്ള ആശങ്കകൾക്കും ഉടൻ തന്നെ വിരാമമാവുകയാണ്. ഉടൻ തന്നെ മുഖ്യമന്ത്രിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രഖ്യാപനം നടത്തുക എന്ന് കായിക വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഡേറ്റും അത് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഈ പോകുന്നത് അർജന്റീന ടീമിന്റെ മാനേജറാണ്. സ്വാഭാവികമായും ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രതികരണം എന്ന് തന്നെ പറയാൻ കഴിയും. അദ്ദേഹം മടങ്ങുകയാണ്. കൊച്ചിയിൽ ഇന്നലെയാണ് അദ്ദേഹം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി എത്തിയത്. അതിനുശേഷം അദ്ദേഹം റിപ്പോർട്ട് ടി വി എം ടി ആന്റോ അഗസ്റ്റിനുമായും അതുപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനുമായും ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചൊരു ചർച്ച നടത്തുന്നു. ചർച്ചയിൽ എല്ലാ സുപ്രധാന കാര്യങ്ങൾക്കും തീരുമാനമായി. അതിനുശേഷമാണ് അദ്ദേഹം കലൂർ സ്റ്റേഡിയം സന്ദർശിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലും അതിന്റെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും പൂർണ്ണ തൃപ്തനാണ് എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആശങ്കകൾക്ക് വിരാമമാകുന്നു. ഫുട്ബോളിന്റെ മെസ്സിഹ കേരളത്തിലേക്ക് ഉടൻ ഇതാ എത്താൻ പോകുന്നു. ആ ടീം ആരാണ്, എതിർ ടീം ആരാണ്, കൃത്യമായ ഡേറ്റ് എന്നാണ് എന്ന് ഉടൻ മുഖ്യമന്ത്രി അറിയിക്കും.